എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഡിസംബർ മാസം മന്ത് ഓഫ് പ്രെയർ ആയിട്ട് നമ്മൾ വേർതിരിച്ചിരിക്കുകയാണ്. ഈ മന്ത് ഓഫ് പ്രെയറിൽ ഒന്നാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിക്കുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 30-ാമത്തെ വാക്യം. ഞാൻ ഈ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ആകയാൽ ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എൻ്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു. അവരുടെ നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. പ്രിയപ്പെട്ടവരെ, ഇത് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ്. മറ്റുള്ള ജാതികളെക്കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചോ പറയുന്ന വിഷയമല്ല. യഹോവയായ ദൈവം തൻ്റെ ജനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ആത്മീക വിഷയം. എൻ്റെ ജനം എന്നിൽ നിന്നും അകന്നു പോയിരിക്കുന്നു, അവരെന്നെ മറന്നിരിക്കുന്നു, അവർ മ്ലേച്ഛതകൾ ചെയ്യുന്നു, പുരോഹിതന്മാരും ജനവും ഒക്കെ ദൈവത്തിൽ നിന്നും അകന്നുപോയിരിക്കുന്നു. അതിനുവേണ്ടി അവരുടെ മേൽ ഈ കോപം വരാതിരിക്കേണ്ടതിന് ഇടിവിൽ നിൽക്കാൻ പ്രാർത്ഥിപ്പാൻ ഒരു പുരുഷനെ അന്വേഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആത്മീയ ഗോളത്തിൽ നടക്കുന്ന വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കാനും പ്രാർത്ഥിക്കാനും ഉള്ള ഒരു സമയമാണ് ഈ സമയം. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് ഇടിവിൽ നിൽക്കാം, നമുക്കൊന്ന് കരയാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവസന്നിധിയിലേക്കൊന്ന് മടങ്ങി വരാം. ഓരോ വർഷവും നമ്മൾ കണക്ക് തീർക്കുമ്പോൾ കുടിശ്ശിക വല്ലമുണ്ടെങ്കിൽ ആ കുടിശ്ശിക തീർക്കുന്ന സമയങ്ങളുണ്ട്. അതുപോലെ ഈ മാസത്തിൽ, കഴിഞ്ഞ ജനുവരി മാസം മുതൽ നവംബർ മാസം വരെ നമ്മൾ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ദൈവവുമായിട്ട് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്നും നമ്മൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒത്തിരി ബിസിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമുക്ക് ഈ മാസം നമുക്കതൊന്ന് മേക്കപ്പ് ചെയ്യാനുള്ള സമയമാക്കി മാറ്റാം. ദൈവസന്നിധിയിൽ നമുക്കൊന്ന് ഇടിവിൽ നിൽക്കാനും പ്രാർത്ഥിപ്പാനും നമുക്ക് സമയത്തെ വേർതിരിക്കാം. നമ്മുടെ പാപപ്രവൃത്തികളിൽ നിന്നും നമ്മുടെ തെറ്റായ ജീവിത രീതികളിൽ നിന്നുമൊക്കെ മാറി മടങ്ങി വരാനായിട്ട് നമുക്ക് സമയത്തെ വേർതിരിക്കാം. ഒരു കുടുംബത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു മാതാവ്, പിതാവ്, ഒരു സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു സഹോദരൻ, സഹോദരി, ദൈവദാസൻ, ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ദൈവജനം, അങ്ങനെയുള്ളവരെ ഈ കാലഘട്ടത്തിൽ ദൈവം നോക്കുന്നു. ദൈവത്തിൻ്റെ ക്രോധവും ദൈവത്തിൻ്റെ കോപവും ദൈവസഭയുടെ മേൽ വരാതിരിക്കേണ്ടതിന്, ദൈവജനത്തിൻ്റെ മേൽ വരാതിരിക്കേണ്ടതിന് ഇടിവിൽ നിൽക്കാനും കരയുവാനും ദൈവം ചിലരെ നോക്കുന്നു. ഈ പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തുവാൻ വേണ്ടി കരയുന്ന കുറച്ചുപേരെ ദൈവം നോക്കുകയാണ്. ഇന്ന് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരുമിച്ച് കർത്താവിനോട് പറയാം, കർത്താവേ, അവൻ നീ നശിപ്പിച്ച് കളയരുതേ, അവൻ ജനത്തോട് മനസ്സലിയണമേ, അവൻ ദൈവദാസന്മാരോട്, നേതൃത്വത്തോട്, അവൻ ദൈവമക്കളോട് കരുണ ചെയ്യണമേ. അവൻ ഏതു മേഖലയിലാണോ പിശാചവരെ കെട്ടിയിരിക്കുന്നത്, അതിൽ നിന്ന് അവരെ ഒന്ന് മുക്തമാക്കണമേ, അവരെ ഒന്ന് വിടുവിക്കണമേ എന്ന് നമുക്കൊന്ന് കരയാൻ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ. മാനുഷികമായ ബലം കൊണ്ടും ശക്തി കൊണ്ടും നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് പരിമിതികൾ ധാരാളമുണ്ട്. നമ്മുടെ മാൻ പവറുകൾ കൊണ്ട് ചെയ്യുവാൻ കഴിയുന്നത് പരിമിതിയുണ്ട്. എന്നാൽ അവൻ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സമയം മതി. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാൻ അല്പം സമയം മതി. നമ്മൾ സമൂഹത്തിന് മുമ്പാകെ അപമാനിക്കപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിതരാകാൻ പോകാതിരിക്കേണ്ടതിന് കരയുന്ന കുറച്ചുപേരെ ദൈവത്തിന് ആവശ്യമുണ്ട്. കരയാൻ, നിലവിളിക്കാൻ ദൈവത്തിന് ചിലരെ ആവശ്യമുണ്ട്. ഇടിവിൽ നിൽക്കാൻ ചിലരെ ആവശ്യമുണ്ട്. ഇസ്രായേൽ ജനത്തെ
അവൻ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ, ആ ജനത്തെ മുഴുവനും തകർത്ത് കളയുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ, പുറപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം ഇപ്രകാരമുണ്ട്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ, ഞാൻ ഈ ജനത്തെ നോക്കി, അത് ദുശ്ശാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു. ദുശ്ശാഠ്യമുള്ള ജനം. അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. ശ്രദ്ധിച്ചേ, മോശയോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കിയാം, പക്ഷേ ഈ ജനത്തെ ഞാൻ നശിപ്പിക്കും, ഇവർ ദുശ്ശാഠ്യമുള്ള ജനമാണ്. ഇത് പറഞ്ഞത് മറ്റ് ജാതികളെ കുറിച്ചല്ല ദൈവമക്കളെ, ഇത് പറഞ്ഞത് ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് പറയുന്നവരെ കുറിച്ചാണ്. അത് ദൈവം പറഞ്ഞപ്പോൾ മോശയ്ക്ക് വേണമെങ്കിൽ ഒരു വലിയ ജാതിയാക്കി മാറ്റാമായിരുന്നു. എന്നാൽ ഈ മനുഷ്യൻ ചെയ്തത് എന്തെന്നറിയാമോ? അവൻ പറഞ്ഞു, എന്നാൽ മോശ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു പറഞ്ഞത്, യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത്? അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിച്ച് ചെയ്ത് ഈ ജനത്തെ നീ പുറപ്പെടുവിച്ച് വന്നിട്ട് ഇപ്പോൾ നീ അവരെ കൊന്നുകളയുമ്പോൾ, നീ അവരെ നശിപ്പിച്ചു കളയുമ്പോൾ, അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിസ്രയീമ്യരെ കൊണ്ട് പറയിക്കുന്നത് എന്തിന്? പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് വേണ്ടാത്തത് പറയാതിരിക്കാൻ, ദുഷിക്കാതിരിക്കാൻ, നമ്മുടെ ശാഠ്യം അവസാനിപ്പിക്കാൻ, ദൈവമായിട്ടുള്ള ആ ബന്ധത്തിലേക്കൊന്ന് കണക്റ്റ് ആകാൻ, ഇടിവിൽ നിൽക്കാൻ ദൈവം ഒരാളെ നോക്കുന്നു. കർത്താവേ, നിന്റെ ഉഗ്രകോപം വിട്ടുതിരിഞ്ഞ് നിന്റെ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കണമേ. ദൈവമക്കളെ, ഒരു കാര്യം, നമ്മൾ ദുശാഠ്യമുള്ളവരായി മാറിയ നമ്മൾ ദൈവത്തിൽ നിന്നും ശാഠ്യത്തോടെ മത്സരത്തോടെ നമ്മൾ പോയാൽ ദൈവത്തിന് അത് സഹിക്കുവാൻ കഴിയത്തില്ല. നമ്മൾ ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയാൽ, ദൈവത്തിൽ നിന്നും നമ്മൾ അകന്നു പോയാൽ, ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നും, ദൈവികമായ പദ്ധതിയിൽ നിന്നും, ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്നും നമ്മൾ സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും പണത്തിനുമൊക്കെ പുറകെ നമ്മൾ പോകുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയമാണ് വേദനിക്കുന്നത്. തൻ്റെ മക്കളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം ആ മക്കളെ ഓർത്ത് അനുദപിക്കുന്നൊരു ദൈവം. സ്തോത്രം. ഇവിടെ ഇതാ മോശ ഇടിവിൽ നിൽക്കുക. കർത്താവേ, നശിപ്പിച്ച് കളയല്ലേ. ഞാനൊരു കാര്യം പറയാം, ആരൊക്കെയോ ഇരുന്ന് നിലവിളിക്കുന്നത് കൊണ്ടാണ് ദൈവസഭയുടെ മേൽ ക്രോധാഗ്നി വെളിപ്പെടാതെ ആരോ തടുക്കുന്നത്, ആരൊക്കെയോ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. കുടുംബങ്ങളിൽ തലമുറകളെ ദൈവം സൂക്ഷിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുള്ളത് കൊണ്ടാ, പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനുള്ളത് കൊണ്ടാ. സഭയിൽ കുടുംബങ്ങളിൽ അനർത്ഥങ്ങൾ വരാതെ ഇരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ ഇടിവിൽ നിൽക്കുന്നത് കൊണ്ടാ, പ്രാർത്ഥിക്കുന്ന ആരൊക്കെയോ ഇടിവിൽ നിൽക്കുന്നത് കൊണ്ടാണ് ചില അനർത്ഥങ്ങളെ ദൈവം വഴിമാറ്റിക്കളയുന്നത്. ദൈവസഭയ്ക്കെതിരെ അനർത്ഥങ്ങൾ ദൈവത്തിന്റെ ക്രോധാഗ്നി വെളിപ്പെടാതെ ഇരിക്കുന്നത് ആരൊക്കെയോ ഇടിവിൽ നിന്ന് കരയുന്നത് കൊണ്ടാ, പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് കാണുമ്പോൾ മടങ്ങി വരാൻ കർത്താവേ, ഞാൻ മടങ്ങി വരുന്നു. ഹല്ലേലൂയ. സ്ഥാനത്തിനും മാനത്തിനും കസേരയ്ക്കും ഒക്കെ വേണ്ടി നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലെറ്റ് us come back. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ മടങ്ങി വരാം. ഹല്ലേലൂയ. ഇത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്താ ചെയ്യുന്നറിയാമോ? അപ്പോൾ യഹോവ തൻ്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു. വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന, കരയാൻ തയ്യാറാകുന്ന ഈ മാസത്തിൽ കർത്താവ് ചിലരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഇതിനൊരു പരിഹാരം വരുത്തണമേ, ഇതിനൊരു വിടുതൽ തരണമേ. ഏത് വിഷയമാണോ നമ്മളെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, ആ വിഷയത്തിന് അപ്പൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ഇടിവിൽ നിൽക്കാൻ, കരയാൻ, പ്രാർത്ഥിക്കാൻ.
പ്രാർത്ഥനയ്ക്ക് വലിയ വിടുതലുണ്ട് ദൈവമക്കളെ. ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ആമേൻ അധികം സമയമെന്ന് വേണ്ട. ആമേൻ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുവാൻ തുടങ്ങും. സഭയുടെ പ്രാർത്ഥന എത്ര ശ്രേഷ്ഠകരമാണ്. ആമേൻ പത്രോസിനെ ജയിലിൽ അടച്ചപ്പോൾ, കാരാഗ്രഹത്തിൽ അടച്ച് ആമേൻ കൊന്നുകളയുവാനുള്ള പദ്ധതികൾ ഇട്ടപ്പോൾ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ രാത്രിയിൽ അവർ ഉറങ്ങിയില്ല. ആമേൻ അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവർ ആമേൻ ആ സഭ ഒരുമിച്ച് ഐക്യതയോടെ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. അതേ രാത്രിയിൽ, ആ പ്രാർത്ഥിച്ച അതേ രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ ആ കാരാഗ്രഹത്തിന്റെ ആമൻ അകത്തളങ്ങളിലേക്ക് ഇറക്കി. ആമൻ ബന്ധനങ്ങൾ അഴിഞ്ഞു. ആമൻ വാതിലുകൾ തുറക്കപ്പെട്ടു. ആമൻ പുറത്തു വരത്തില്ല, നശിപ്പിച്ചു കളയുമെന്ന് വാദിച്ചു നിന്ന ശത്രുവിന്റെ അന്ധകാര മണ്ഡലങ്ങളുടെ നടുവിൽ നിന്ന് സ്വർഗം പ്രാർത്ഥനയുടെ നടുവിൽ ഇറങ്ങിയെങ്കിൽ ആമേൻ ചില അന്ധകാര വ്യാപാരങ്ങൾ അതിന്റെ പൂർണ്ണ ബലത്തോടും ശക്തിയോടും കൂടെ ആമേൻ ഹല്ലേലൂയ ആമേൻ തകർത്തു കളയാൻ, ആമേൻ നശിപ്പിച്ചു കളയാൻ ആമേൻ പദ്ധതികൾ ഇടുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവത്തിന്റെ അസാധാരണമായ പ്രവൃത്തികൾ വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. എത്ര പേർ എന്നോടൊപ്പം അത് വിശ്വസിച്ച് പറയും, കർത്താവേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നു, ഇടിവിൽ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നു. അല്പസമയങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥിപ്പാൻ ഈ വിഷയങ്ങൾക്ക് ആമേൻ മാൻ പവർ കൊണ്ടല്ല ദൈവമക്കളെ. ആമേൻ പ്രാർത്ഥനയിൽ, പ്രാർത്ഥനാമുറിയിൽ ആമേൻ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കാൻ, കരയാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ നമ്മൾ മടുത്തു പോകരുത്. പ്രാർത്ഥനയിൽ നമ്മൾ ഉത്സാഹമില്ലാത്തവരായി തീരരുത്. ഉത്സാഹത്തോടെ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. ഏത് മേഖലയിലാണെങ്കിലും ജോലിയുള്ളവരായിരിക്കാം, ബിസിയുള്ളവരായിരിക്കാം, പക്ഷേ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കാം, ജോലി ചെയ്യുമ്പോഴായിരിക്കാം, അന്തരാത്മാവിൽ പ്രാർത്ഥിക്കാൻ ഒരു 30 മിനിറ്റ് നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയുമോ? മാറ്റിവെക്കണം. പ്രാർത്ഥിക്കാൻ, കർത്താവേ ഈ പ്രാർത്ഥന ആമേൻ അനേകർക്ക് അനുഗ്രഹമാകണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മാസത്തെ പ്രാർത്ഥനയുടെ 1-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് കർത്താവിൻ്റെയും ജനത്തിൻ്റെയും നടുവിൽ നിന്ന്, ഇടിവിൽ നിന്ന് കരയുവാൻ, പ്രാർത്ഥിപ്പാൻ ചിലരെ കർത്താവ് നോക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, ഈ വചനം ചിലരുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിയപ്പെടട്ടെ കർത്താവെ, ആഴമായി പതിയട്ടെ കർത്താവെ. ഇടിവിൽ നിൽക്കാനും കരയുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾ പരാജയപ്പെട്ടു പോയെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നപ്പാ. ഞങ്ങൾ പലപ്പോഴും ഫെയിലിയറായി പോയി, ഞങ്ങൾ പരാജയപ്പെട്ടു പോയി. പക്ഷേ ആമേൻ ഇന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ കരയുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ മടങ്ങി വരുന്നു കർത്താവെ. ഞങ്ങളോട് അവിടുന്ന് കരുണ ചെയ്യണമേ. All glory and honor to you, Lord Jesus. In Jesus' most precious name we pray. Amen, amen, amen. God bless you. അടുത്ത 30 ദിവസങ്ങളിൽ നടക്കുന്ന ഈ പ്രാർത്ഥനയിൽ നിങ്ങളായിരിക്കുന്ന മേഖലയിൽ ആമേൻ പ്രാർത്ഥിപ്പാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. God bless you.